ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കം എണീറ്റിരിക്കുകയാണ്. ഞാൻ രാവിലെ ഉറക്കം എണീറ്റിട്ട് ഏതാണ്ട് ഒരു ഇത്ര നാളായമോ, ഒത്തിരി നാളായല്ലേ. ഒത്തിരി നാൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ രാവിലേക്ക് ഉറക്കം എണീക്കുന്നത് കേട്ടോ. സോ നല്ല രസമുണ്ട്. അല്ലേ, 2 ആഴ്ചയായിട്ട് ഫുള്ള് മഴയാണ്. സോ എങ്ങോട്ടും പോക്കൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് എവിടെ പോയത്? തമിഴ്നാട് പോയല്ലേ പിക്നിക്കിന്. അപ്പോൾ ഗൈസ് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അച്ചൻകോവിൽ അമ്പലത്തിലോട്ടാണ് പോണത്. നമ്മൾ കാറൊക്കെ പൂജ ചെയ്തില്ലേ അവിടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട് അമ്പലത്തിൽ, അച്ചൻകോവിൽ അമ്പലത്തിൽ മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ ഒത്തിരി നാളായി പോയിട്ട്, അപ്പോൾ വിചാരിച്ച് ഒന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന്. ഇന്നലെ പ്ലാനിട്ട് ഇന്ന് രാവിലെ ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് പോവാം ഇറങ്ങാം. ഈ അമ്പലത്തിൽ പോണതിന് എന്തിനാണ് ഈ കുക്കറും ഇതൊക്കെ? അല്ല, അങ്ങോട്ട് പോകുന്നു. ഇച്ചിരി അരി എടുത്ത് വെച്ചിട്ടുണ്ട്, സമയം കിട്ടത് അവിടെ. പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുക്കിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. നമ്മൾ താറെടുത്തില്ല കേട്ടോ, താറ അവിടെ കിടപ്പുണ്ട്. കാറിനകത്ത് പോകാമെന്ന് വെച്ചു. ബെൻസിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഒരു വണ്ടിയാണ്. നല്ല ഹോഴ്സ് പവറാണ്, മൂട്ടിലാണ് ഹോഴ്സ് പവർ ഇരിക്കുന്നത്. ന്യൂ മെമ്പറും നമ്മുടെ ഗ്യാരേജ് ആഡായിട്ടുണ്ട്. ലക്ഷർ ലൈഫല്ലേ, എന്ത് ചെയ്യാനാ. ഗ്യാസൊക്കെ എടുത്താ? കുടയും എടുത്തു കേട്ടോ. ഗേറ്റ് കൂടെ പൂട്ടിയേക്കാം. ഓ അട ഗൊമ്മാളേ, ഗൊമ്മാളേ ഗൊമ്മാളേ. എന്തോ പറ്റി, എന്തോ പറ്റിയ പോലെ. സൺഗ്ലാസ്, ഐ പ്രൊട്ടക്ഷൻ. അത് പിന്നെ സൺഗ്ലാസ് പിന്നെ ഇരുട്ടല്ലേ. കൊള്ളാം, രസമുണ്ട്. ചേരുന്നു കൊള്ളാം, അടിപൊളി, സൂപ്പർ. പോട്ടെ. അത് മാത്രമല്ല കേട്ടോ, ഞാൻ കുറേ ദിവസം കൊണ്ട് പ്രേത സ്വപ്നം കാണുമായിരുന്നേ. കൊച്ചുവിനെ ചരട് വെക്കാൻ പോവാ. ഞാൻ ചരട് നമ്മള് ശബരിമല പോയപ്പോഴത്തേന് ഞാൻ ചരട് വെച്ച് കെട്ടിയായിരുന്നു, മറ്റേ മാല ഇട്ട സമയത്ത്. അതാണ് ഇപ്പം ഈ കൈ ഇരിക്കുന്നത്, കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന്. പിന്നെ ഒത്തിരി ആള് കഴിഞ്ഞിട്ട് ഇത്, ഒത്തിരി ആളെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞൊരു 2-3 ആഴ്ച മുമ്പ് ഇത് ഞാൻ ഊരി ഞാൻ വെച്ചായിരുന്നേ. എന്നിട്ട് കയ്യിലൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഈ ഉണ്ട സാധനം എടുത്തിട്ട് തന്നതൊക്കെ. ഈ കറുത്ത ഈ ചരട് ഞാൻ മാറ്റി വെച്ചായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് പ്രേത സ്വപ്നം. ഇത് പറഞ്ഞാലും വിശ്വസിക്കുന്നത്, ഞാൻ ഫുള്ള് പ്രേത സ്വപ്നം. അതായത് ഞാൻ എപ്പോഴൊക്കെ കിടന്നുറങ്ങുന്നു ഞാൻ പെട്ടെന്ന് പേടിച്ച് എണീക്കും. ഫുള്ള് പ്രേത സ്വപ്നമായിരുന്നു ഞാൻ കാണുന്ന. അങ്ങനെ അമ്മ പറഞ്ഞ് നിന്റെ കൈ കിടന്ന ചരടുണ്ട്. ഞാൻ പറഞ്ഞത് ഊരി വെച്ചെന്ന്. പോയി അതെടുത്ത് കെട്ടാൻ. ഞാൻ പിന്നെ അത് പോയി ഇട്ടപ്പോഴത്തേന് ശരിയായി. പിന്നെ ഞാൻ അത് ഒരെണ്ണം മേടിച്ചിട്ട് കൊടുത്തു. ഇത് ഹേ ഗൈസ്, ഞങ്ങള് മലക്കറി മേടിച്ചേട്ടാ. അച്ഛൻ എന്തിനു പറഞ്ഞ ഇങ്ങോട്ട് ഭയങ്കര ലാഭമെന്നാ. നമ്മളവിടെ 100 രൂപ കിട്ടും. ആര് പറഞ്ഞ്? അച്ഛന്റെ വാക്ക് കേൾക്കരുത് കേട്ടാ. അച്ഛൻ പറഞ്ഞ ഇങ്ങോട്ടൊക്കെ നല്ല മലക്കറി കിട്ടുമെന്ന്. ഇവിടെ നമ്മളവിടെ 150 രൂപ ഇല്ല, 100 രൂപ. ഇവിടെ 150 ആണ്. ഇവിടെ 150 രൂപയ്ക്ക് മലക്കറി എടുക്കത്തുള്ളൂ, 100 രൂപ കിട്ടത്തില്ല. ഞാൻ മുണ്ടും കൂടെയാണ് കേട്ടോ. മിക്കവാറും എല്ലാം കുളമാവും. എവിടെ വെച്ച് കുക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പാട്. കാരണം നല്ല മഴയാണ് പുറത്ത്. അപ്പൊ അന്ന് അതുപോലെ ഷെഡ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കുക്ക് ചെയ്യാം. ഭയങ്കര റെയിൻ. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നത്. രാവിലെ 2 ബ്രെഡ് തിന്നതാ, വേറൊന്നും കഴിച്ചില്ല. എനിക്കിപ്പോ ഗ്യാസ് കയറുന്നു. ബ്രെഡും ചായയും കുടിച്ചതാ. അച്ഛൻ രാവിലെ എണീറ്റ് എന്തിനാണ്ടൊക്കെ തട്ടിയെന്ന് തലേ. ആര് പറഞ്ഞു? വെള്ളം കയറുന്നു. അയ്യോ, ഒരു പൂച്ചക്കുഞ്ഞ് ഒറ്റയ്ക്കായോ? ആരും ഇല്ലേ? നമ്മളെ കണ്ടപ്പോ ചാടി ഇറങ്ങി വന്ന്. പാവം. എന്തു പറ്റി? വിശക്കുന്നാ? ആരും ഇല്ലേ? അമ്മച്ചി എന്തി? അയ്യോ, വേറെ ഉണ്ട്. എല്ലാം കാണുമ്പോ ഇനി അടുത്ത് വരുന്നു. ബാ. എത്ര കളറാടേ നിനക്ക്? വെള്ള, കറുപ്പ്, കോഫി കളറാ? അട്ടയുണ്ട് കേട്ടോ, നോക്കിക്കോണേ. ആറ്റില് നല്ല വെള്ളം നിറഞ്ഞൊഴുകണ്. പാവം കൈസ്, അതുങ്ങൾ വേണ്ട തറയുന്ന വെള്ളം നക്കി കുടിക്കുന്നു. നല്ല വിശപ്പുണ്ട്. ആളുള്ളിടത്തോട് കൊണ്ടുവിടായിരുന്നു, പക്ഷേ തള്ളേക്കാണ് തിരക്കി വരിക. അതാണ്. അതുമല്ല ഇവിടെ അടുത്തെങ്ങും കടയുമില്ല, ഒത്തിരി പോണം. ക്യാരറ്റ് ഉണ്ട് കേട്ടോ, അത് അരിഞ്ഞു കൊടുത്താൽ കഴിക്കാൻ തോന്നുന്നു. മെയിനായിട്ട് ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് സാമി വരെ വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ഇവർക്ക് ഫുഡും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേന് ഇവിടെ സാമി വരെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു.
സമയത്തൊക്കെ ഇവർക്കൊക്കെ ഫുഡ് കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പം രണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു കിടിലം മയില് വേണ്ട സൈഡിൽ ഇരിക്കണം. വേണ്ട ദേ ഇരിക്കുന്ന ഇതെടുക്കുവാ. അത് നോക്കുന്ന ചാത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തി കേട്ടോ. എൻ്റെ കയ്യിൽ ചരട് ജപിച്ച് കെട്ടാനുള്ള ചരടൊക്കെ മേടിക്കാം പൂജിക്കാനുള്ള. ഇങ്ങോട്ട് വരാനായിട്ട് കുറേ സമയം എടുത്തിട്ടോ, കാരണം റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ പോയി തൊഴുതിട്ട് വരട്ടെ. നമ്മൾ കറക്റ്റ് സമയത്തായിട്ടാണ് വന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഓഹോ നോക്കി നട. ആ ഇത് ജർമ്മൻ കോഴി. പ്രത്യേകതയൊന്നുമല്ല, അത് വളർന്നത് വലിയ കോഴിയത്. മാറിക്ക് അത് കൊത്തുന്നതായിരിക്കും. പണ്ടെന്നെ കോഴി ഒട്ടിച്ചിട്ടുണ്ട് അമ്മൂക്കാട് അവിടുന്ന് അല്ലേ? അല്ല കൗസല്യാമ്മയുടെ അവിടുന്ന് കോഴി എന്നെ ഓടിച്ച് കൊത്തിയിട്ടുണ്ട്. ഞാൻ മറിഞ്ഞ് വീണ് പുല്ല് മുട്ടൊക്കെ മുട്ടി. എനിക്ക് പേടിയായതുകൊണ്ട് കോഴിയെ പണ്ട് തൊട്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു കോഴി കൊത്തുമെന്ന്. അന്ന് മനസ്സിലായി കൊത്തുമെന്ന്. ഈ ആല് ഇത്ര ഇല്ലായിരുന്നു, നമുക്ക് ആടായിരുന്നു. അപ്പൊ അത് വളർന്ന് താഴെയായി. അവിടുത്തെ ആ മരം മുറിച്ചാ വലിയ മരം. ഓക്കെ, അയ്യോ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴേ നല്ല മഴയും കഴിയത് നനഞ്ഞ്. അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കിട്ടിയേട്ടാ. ഹായ്, ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ആദ്യം പായസം തന്നെ പിടിക്കാം. അടിപൊളി പായസം. ഓ അരവണ കണക്ക് ഇരിക്കുന്നല്ലേ. അടിപൊളി അരവണയുടെ ടേസ്റ്റ്. നമ്മൾ ഇതുവരെ വേറൊന്നും കഴിച്ചില്ല കേട്ടോ. നല്ല വിശക്കുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഹോട്ടലൊന്നും ഇല്ലടേ. ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ഇല്ല അല്ലേ? ഇല്ല, വെക്കാം. എന്തെങ്കിലും കാപ്പി കുടിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ എന്തിനാ പുകയുന്ന? ചായയാണ്. ചായ ഉള്ളു. ഹേ ഗൈസ്, ഫൈനലി ഒരു കട കിട്ടി കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ ഫുഡ്. എന്തിനു ചിരിക്കുന്ന? പൊറോട്ട, ചമ്മന്തി, സാമ്പാർ. ഒരു പൊറോട്ട, ചമ്മന്തി. നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾക്ക് വടയില്ലേ പറഞ്ഞു. വട തന്നാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. ഇരിക്കുന്നതാ. നമ്മളവർക്ക് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്നു കേട്ടോ അവിടെ നിന്ന് വന്നപ്പോ. തള്ളപ്പൂച്ച ഉണ്ടാ? ഓ ഓടെ തള്ള ഉണ്ടടേ. ഇതേ ഇവിടെ ഒളിച്ചിരിക്കുന്ന ആള്. മക്കളെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് വലിയ ആള്. ഓക്കെ, ടാറ്റ കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. കണ്ടോ, അവര് നമ്മള് പോകുമ്പോഴത്തേനെ തിരക്കി വന്നേക്കുവാണ്. തള്ള ഉണ്ട് കേട്ടാ, അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവായിരുന്നു.
இந்த സ്ഥലം ஞாபகம் இருக்கா? നമ്മള് മറ്റേ അന്ന് ഊഞ്ഞാലൊക്കെ ആടിയ സ്ഥലമില്ലേ, ഈ ഊഞ്ഞാല് വേണ്ടമ്മ ചാണാൻ ദേ കിടക്കണ കേട്ടാ, ചാണാൻ ഉണ്ടേ. നല്ല രസം കേട്ടോ ഈ സ്ഥലം. ഉപ്പ് എനിക്കങ്ങ് ഉറക്കം വരുന്നു, രാവിലെ ഉറക്കം എണീറ്റുണ്ടേ. അരി അടുപ്പത്താക്കിയിട്ടുണ്ട്, ഇപ്പൊ ആവും. അമ്മ മലക്കറി കരിയാണ് കേട്ടെ. പെട്ടെന്നൊരു സാമ്പാർ, ഓട്ട സാമ്പാറൊന്നും അല്ല, സൂപ്പറായിട്ട് സാമ്പാർ വെക്കാൻ പറ്റും. ആ ഓട്ടയായിട്ടൊക്കെ വെച്ചപ്പോ നോക്കിയോ, ഇങ്ങനെ എന്തോന്ന് ചീവക്കിഴക്കാൻ കിട്ടായിരുന്നു അതിനകത്ത്. ചേമ്പിന്റെ വിത്താ ഇതൊക്കെ ഇടാൻ നല്ലതാ. ഓ ചേമ്പിന്റെ വിത്തൊക്കെ ഉണ്ട് കേട്ടാ. സാമ്പാർ കൊഴുകും. 150 രൂപയാണ് കേട്ടാ ഈ മലക്കറി. എല്ലാം സാധനം എല്ലാം ഉണ്ട്. നമ്മളവിടെ വെണ്ടയ്ക്ക. എത്ര ബസ്സിൽ കേൾക്കണത്? 3 എണ്ണം. വിസില് വന്നാച്ച്. ഓഹോ ഇതെന്തൊരു ഇങ്ങനെയൊക്കെ പോകുമായിരുന്ന. അതാ തുറസ് എന്തോ തുറസ്. പാവ് വെച്ചാ പോത്ത് കിടന്ന് നനയുന്ന വെച്ചാ കുട പിടിക്കട്ടെ പോയി. വെള്ളമാണ് ഇഷ്ടം. പിന്നെ തോട്ടി ഇറങ്ങി കിടന്നാ പോരെ. അടുത്ത ബിസിൽ 2ാം ബിസിൽ വന്നിരിക്കുന്നു. വെള്ളമൊക്കെ കുറച്ച് വെള്ളം കേട്ടോ, അതേ ഉള്ളെന്ന് തോന്നുന്നു വെള്ളം ആകെ. ചോറ് വെന്ത് കാണും കേട്ടോ. അച്ഛല്ലേ കഴിഞ്ഞ പ്രാവശ്യം തോട്ടി പോയത്. ആട്ടി ആട്ടച്ചാ ആ ശരിയാ, വലിയ ഊക്ക് വേണ്ട കേട്ടാ, പെതുക്കാ മതി. ആ കൊള്ളാം രസമുണ്ട് കേട്ടാ. പക്ഷെ കാറ്റ് പിടിക്കുന്നു ഇത് മുണ്ടിന്റെ. എന്നാ പിടിച്ചോ. അയ്യോ അല്ല അടുത്തേര് പിടിച്ചോ. കൊള്ളാം. ചോറ് റെഡി ഹേ, അടിക്ക് പിടിച്ചു ഹേ. ആ ഹേ ഓ ഹേ. ചോറെന്തായാലും റെഡി ആയി കേട്ടോ. ഇച്ചിരിയൊക്കെ അടുക്കി പിടിച്ചെന്നാലും കുഴപ്പമില്ല. സാമ്പാർ എന്റെ വക, ചോറ് അമ്മ കുളവാക്കി, അതുകൊണ്ട് സാമ്പാർ ഞാൻ ഇടണ്ട, ഞാൻ ഇടും. എന്നാ സാമ്പാർ പൊടി ഞാൻ ഇടും. അച്ഛന് പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ഇതെല്ലാം ഇടട്ടെ. 2 ഓറ് ഇടണോ? നോക്കൂ, ഒരു തട്ടിട്ട്. പുളിയൊക്കെ ഉണ്ട്. പുളിയൊന്നുമില്ല, ഉപ്പുണ്ട്. പുളിയൊക്കെ ഇതിനകത്തുണ്ടാ, പൊടിച്ചതാ പുളിയൊക്കെ. മതിയാ വെള്ളം വേണമെങ്കിൽ പറയണം. ഓക്കെ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ ഗൈസ്, സാമ്പാറും അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതും കൂടെ റെഡി ആയിട്ട് നമുക്ക് കഴിക്കാൻ കേട്ടോ. സമയം 3 മണിയായിട്ടുണ്ട്. നമ്മൾ കവറൊന്നും എങ്ങും ഇട്ടിട്ടില്ല, എല്ലാം പറക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുക. നമ്മൾ പഞ്ചായത്തുകാർക്ക് കൊടുക്കുമല്ലേ അമ്മ കവറ്. പോത്തും കൂട്ടനെ കുളിപ്പിക്കുന്നു. കിടക്കും നോക്കി കുളിക്കാനായിട്ട്. അച്ഛനൊരു പോത്തില്ലായിരുന്ന പണ്ട്? ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ മേടിച്ചെന്ന് പറഞ്ഞു. ഇല്ലേ, എനിക്കിതായിരിക്കും പോത്തൊന്നും മേടിച്ചില്ല. പശു. ഇല്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അച്ഛനും പോത്തിന് മേടിച്ചു കൊടുത്തില്ല, വണ്ടി എഴുതാൻ പോയി. അല്ലെങ്കിൽ ഇന്ന് പോത്തിന് മേടിച്ചിരുന്ന അച്ഛൻ പോത്ത് വ്യാപാരി. രാജ വെല്ലൂരി സാമ്പാർ വെന്തട്ട. സാമ്പാർ വെന്ത് കേട്ടാ, റെഡി ആയിട്ടുണ്ട്. ചാർക്കൂരെ വലിയ താല്പര്യമില്ല, അതായത് സാമ്പാറും ചോറും ആ ഒരു ഇതാ. വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ കരുതെങ്കിൽ ഇപ്പൊ അച്ഛനൊക്കെ ഇവിടെ കൊടി കൊണ്ട് നിന്നേനാ. ആര് പറഞ്ഞ്? അല്ലെങ്കിൽ സാധാരണ ഇങ്ങനൊന്നും അല്ല അച്ഛൻ. വെന്തില്ലേ ആയാ മതി, സാമ്പാറായണ്ടേ. ചാമ്പ്ലർ വെന്തേ. ഉപ്പൊക്കെ ഉണ്ടാവും നോക്ക്. കടുവൊന്നും വറുത്തില്ലല്ലേ? നല്ല എരിയുണ്ട്. 2 കവറല്ലേ ഇട്ടത്? ഇവരാണ് പറഞ്ഞത് 2 കവർ ഇടാൻ. ഞാൻ 1 കവറേ ഇട്ടുള്ളായിരുന്നു. ഇവര് ചോറൊക്കെ വെച്ച് കൊളവാക്കി. പൊങ്കാല ഇട്ടാ.
ചോറൊക്കെ ഇത് ഇനി കുറച്ച് ഇന്നത്തെ ഫ്ലോപ്പ് ആയിരുന്നേ. എനിക്ക് കുറച്ച് മതി. എനിക്ക് ഇനി അങ്ങോട്ട് റേഷനരി കുക്കറിന്റെ അകത്ത് വെച്ചാൽ ഇത്രയൊക്കെ കിട്ടും. എല്ലാ വീട്ടമ്മമാർക്കും അറിയാം ഇതൊക്കെ. ഞാൻ എന്തിനാ പറയുന്നത്, ഞാൻ ഇത് ഏറ്റത് കരിച്ച് എനിക്ക് കരിഞ്ഞത് എന്ത് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മാത്രമാണോ ചെയ്തത്? എല്ലാത്തിനും ഒരു തവിയാ. അതത്രേ ഉള്ളു. ചോറ് വിളമ്പുക, അത് കഴിഞ്ഞ് സാമ്പാറ്. എന്തായാലും കുഴപ്പം കൊണ്ട് തിന്നു നോക്ക്. മുരിങ്ങക്കമ്പൊക്കെ കിടക്കുന്നുണ്ട്. നോക്കൂ, സാമ്പാറും ചോറും. നമ്മുടെ വണ്ടിയൊക്കെ പോണ കേട്ടോ. എല്ലാരും നമ്മുടെ ചോറിലും സാമ്പാറിലാണ് നോക്കുന്നത്. കൊള്ളാവോ? പിന്നെ അടിപൊളി അത്രയൊന്നും കഴി ഞാൻ കഴിക്കാം. കുറച്ച് കളഞ്ഞാ അതൊക്കെ അവിടെ പോയി. അതുകൊണ്ട് അവിടെ കിടക്കുന്നു. അവരങ്ങനെ പറയൂ അല്ലേലും. ഞാൻ കഴിച്ചു പിടിച്ച പട്ടികളെ. കന്നിമാസം അവരായി. അവര് ഇതാണ്, ലവാണ്. കഴിച്ചു നോക്കാം. പട്ടി മൂന്ന് ഈ ചോറിനകത്ത് വല്ലതും ഉണ്ടാ? പട്ടികളൊക്കെ അതാ പട്ടികളൊക്കെ ഓരിയിരുന്ന് ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടാ? സമയായോ? എന്തരടേ ചോറെടുത്ത് വായിലോട്ട് വെച്ചപ്പോ എനിക്ക് വേണ്ട. ഇത് സിഗ്നലാണ്. കാലം വരാൻ പോവുക. പോത്തുകൊണ്ട് ആരെ വാ. കൊള്ളാവോ? കൊള്ളത്തില്ലേ? ചോറ് കൊള്ളത്തില്ല, സാമ്പാർ കൊള്ളാം. കഴിച്ചിട്ട് വരാൻ കേട്ടോ. ടാറ്റ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി കയറ്റിയിട്ടുണ്ട്. സോറി, സാധനങ്ങളൊക്കെ പറക്കി കയറ്റിയത്. പോട്ടെ. നമ്മൾ പോകുന്നതിന്റെ വിഷമാണ് കേട്ടോ. കുറച്ച് നേരം ഉള്ളെങ്കിൽ നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധത്തിലായിപ്പോയി. പോകുന്നതിന്റെ വിഷമാണ് ആ കാണിക്കുന്നത്. പോട്ടെ. വണ്ടി സ്ഥലമുണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നു. പക്ഷെ നിനക്ക് ഇരിക്കാൻ ടെമ്പോ വേണം. പീസാക്കിയാ കൊണ്ടുപോകല്ലേ? ആ, എന്നാ പിന്നെ നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ? പോവാം. അമ്പലത്തിൽ പോയിട്ട് നല്ല എന്തുവാണ് അമ്പലത്തിൽ പോയിട്ട്? അച്ഛാ എന്തിനാ സംസാരിക്കുന്ന? അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ മുഴുവനെ പോണ്ട. ഓ അച്ഛൻ വണ്ടി ഓടിച്ചല്ലേ ഇങ്ങോട്ട് വെക്കാം. അതുകൊണ്ട് ഞാൻ ഓട്ടിക്കാന് ഇതങ്ങോട്ട് വെക്കമ്മ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ഹോം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ഓക്കെ. കൂട്ടുണ്ടായിരുന്നു. അതെ, എന്റെ തള്ള അവിടെ ആയിപ്പോയി. അല്ല ഇവന്റെ കൂടെ പറ്റൂല ഒട്ടും. ശരിയെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇത് യാത്ര? കൊള്ളായിരുന്നല്ലേ? ഫുൾ ഒരു വൈബായിരുന്നല്ലേ? പോസിറ്റീവ് വൈബായിരുന്നു. ഫുള്ള് മഴയായിരുന്നല്ലേ? ഇങ്ങോട്ട് വന്നപ്പോഴും മൊത്തം മഴയായിരുന്നു. ഇങ്ങോട്ട് മഴയായിരുന്നു. പിന്നെ അവിടുത്തെ റോഡ് പഴയതിനെക്കാട്ടി ഭയങ്കരമായിട്ട് മോശമായി. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.